ദൈവനാമത്തിന് മഹത്വം. ലഭിച്ച ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ഞങ്ങളുടെ സ്നേഹ വന്ദനവും അറിയിച്ചുകൊള്ളു. നമ്മുടെ മധ്യത്തിൽ ഒരു ആത്മീകമായിരിക്കുന്ന ഉണർവുണ്ടാകണം. അതാണല്ലോ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്കായിത്തീരുവാൻ ആവശ്യമായിരിക്കുന്നത് എന്തെല്ലാമാണ് എന്നുള്ളത് നാം വചനത്തിലേക്ക് നോക്കുമ്പോൾ അനേകം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും നമ്മുടെ ഇന്ന് രാത്രിയിലെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കണം. അതാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചു. മതി. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ദൈവവചനം സംസാരിച്ചപ്പോൾ യഥാസ്ഥാനപ്പെടുക എന്നുള്ള ഒരു വാക്ക് ഇവിടെ ഓർപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ കാണും എന്ന് ഞാൻ കരുതുന്നു. ആ പഠനം ഞങ്ങൾ സഭയിൽ തുടരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ വേദവാക്യം, അതായത് എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളാണ്. ആ വാക്യത്തിന്റെ ധ്യാനത്തിൽ ധാരാളം ആശയങ്ങൾ ദൈവം തന്നു. അതോട് ചേർത്ത് ദൈവം തന്ന ഒരു ചിന്തയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ ധാരാളം ആശയങ്ങൾ അതിനകത്തുണ്ട്. ഞങ്ങളെ ഒന്ന് നന്നാക്കി എടുക്കണമേ, ഞങ്ങളെ ഒന്ന് സജ്ജരാക്കണമേ, ഞങ്ങളെ ഒന്ന് പുതുക്കണമേ എന്നൊക്കെയുള്ള ആശയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വായിച്ചു കേട്ടതായ ഈ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തിരികെ തരണം. നമ്മൾ ആത്മീക ഉണർവ് എന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ട് പുതുതായിട്ട് ഒന്നും ചേർക്കാനില്ല. എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതല്ല ആത്മീക ഉണർവ് എന്ന് പറയുന്നത്. യഥാർത്ഥ ആത്മീക ഉണർവ് എന്ന് പറയുന്നത് പണ്ടത്തേതിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ആദ്യത്തേതിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഒന്നാമത്തേതിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അതാണ് ആത്മീക ഉണർവ്. നാം എന്തെങ്കിലും പാട്ടുകൾ കൂടുതൽ പാടിയത് കൊണ്ടോ, വചനം കൂടുതൽ കേട്ടത് കൊണ്ടോ, കൂടുതൽ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും കിട്ടുന്നതല്ല. മറിച്ച് പണ്ടത്തേതിലേക്കുള്ള ഒരു വലിയ ദാഹം. പണ്ടത്തെ പോലെ ഞാൻ ബിനുസാറിന് ഓർക്കുമ്പോ ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചപ്പോഴേ ഓർത്തു. പണ്ടത്തെ പഴയ കുന്നക്കുരുടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലേ, പഴയ കുന്നക്കുരുടി. എന്താ പഴയ കുന്നക്കുരുടി എന്ന് പറയാൻ കാരണം? അവരൊന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് പഴയ കുന്നക്കുരുടി ഒന്നായെങ്കിലെന്ന്. ഈ ആഗ്രഹമാണ് ദൈവജനമേ നമുക്ക് വേണ്ടത്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ഇവിടെ തലനിറച്ച് അമ്മച്ചിരിക്കുന്നുണ്ട്. ഈ തലമുറയിലെ ദൈവമക്കളെയും പണ്ടത്തെ കാലത്തെ അമ്മച്ചിയൊക്കെ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് വന്ന ആ കാലത്തെ തലമുറയും ഒന്ന് നോക്കണം. അപ്പോഴറിയാം ആത്മാർത്ഥമായിട്ട് ദൈവഭക്തന്മാർ പറയും, കർത്താവേ, ഞങ്ങൾക്ക് ആ പണ്ടത്തെ പോലൊരു നല്ല കാലം ഒന്ന് തിരികെ തരണമേ. ഈ കരച്ചിൽ ആരുടെ കരച്ചിലാണ്? ഇത് യിരെമ്യാവിന്റെ കരച്ചിലാണ്. ദൈവഭക്തനായിരുന്ന യിരെമ്യാവ് ദൈവസന്നിധിയിൽ വളരെ കരയുകയാണ്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. റിന്യൂ അവർ ഡേയ്സ് ആസ് ഓഫ് ഓൾഡ്. ആ പഴയ കാലത്തെ പോലെ ഞങ്ങൾക്കൊരു നല്ല കാലം തരണമേ
എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പഴയ നിയമത്തിലേക്ക് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അനേക വിശുദ്ധന്മാര് അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്നൊക്കെയുള്ളതായിരിക്കുന്ന കരച്ചിൽ വാക്കുകൾ വിശുദ്ധ ബൈബിളിൽ അനേക തവണ ആവർത്തിച്ച് നമുക്ക് വായിക്കുവാനും കാണുവാനുമായിട്ട് കഴിയും എന്നുള്ളതാണ്. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ഇവിടെ കണ്ടു, പണ്ടത്തെ പോലെ ദൈവജനം മുൻപ് എങ്ങനെയായിരുന്നുവോ അതിലേക്ക് ഒരു തിരിച്ചുവരവ്. ദൈവത്തിന്റെ ആലയം അഥവാ ദൈവത്തിന്റെ സഭ പണ്ട് എങ്ങനെയായിരുന്നുവോ അതിലേക്കുള്ളതായിരിക്കുന്ന ഒരു മടങ്ങിവരവ്. അതാണ് കേട്ടോ ശരിയായ ആത്മീക ഉണർവ് എന്ന് പറയുന്നത്. യെസ്രായിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വേഗത്തിലെടുത്തൊന്ന് വായിക്കാമോ? യെസ്രായിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. വേഗം ഒന്ന് വായിച്ചോളൂ. ആ ആ മതി. മുൻപിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാർ അവരെന്ത് ചെയ്തു? അവർ കരഞ്ഞു. എന്തിനാ അവർ കരഞ്ഞത്? മുമ്പിലത്തെ ആലയത്തിന്റെ മഹത്വം അവര് കണ്ടവരാണ്. പക്ഷെ ഇന്നത്തെ ആലയമോ? പണ്ടത്തെ ആലയവും പണ്ടത്തെ ദൈവജനത്തെയും കണ്ടതായിരിക്കുന്ന വയോവൃദ്ധരായിരിക്കുന്ന ആളുകൾ ആലയത്തെ ഒന്ന് പുതുക്കി പണിയുന്നതിന് വേണ്ടി അടിസ്ഥാനമിട്ടത് കണ്ടപ്പോൾ അവർ കരഞ്ഞുപോയി. ഓ ദൈവമേ, പണ്ടത്തെ പോലൊരു നല്ല കാലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരികയാണല്ലോ. ആരാധനയില്ലാതിരുന്ന, യാഗമില്ലാതിരുന്ന, ദൈവമഹത്വം കാണാതിരുന്ന അനേക വർഷങ്ങൾ, എന്നാൽ ഇതാ ഞങ്ങൾക്കൊരു മടങ്ങി വരവ് തന്നല്ലോ എന്നോർത്ത് അടിസ്ഥാനമിട്ടതായ ആ കണ്ണിട്ട് കണ്ടപ്പോൾ അവർ ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞുവെന്നാണ് ഇവിടെ വായിക്കുന്നത്. എന്താണ് ഫസ്റ്റ് ഹൗസ് എന്ന ആലയത്തെ പണ്ടത്തെ നിലയിൽ പണിയുന്നതിന് വേണ്ടി അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ അവർ കരഞ്ഞുവെന്നാണ്. ഫസ്റ്റ് ഹൗസ്. അവര് എന്നാ പഴയതൊക്കെ പോകട്ടെ, പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഞങ്ങളുടെ മോഡലിൽ പണിയാം, അതല്ല ആഗ്രഹിച്ചത്. പണ്ടത്തെ പോലെ, ആദ്യത്തെ പോലെ, ഒന്നാമത്തെ പോലെയുള്ള ഒരു ആത്മീകാനുഭവത്തിലേക്കുള്ള തിരിച്ചു വരവ്, അതാണ് ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഇരമ്യാവിന്റെ കരച്ചിലാണ് റിന്യൂ അവർ ഡേയ്സ് ഓഫ് ഓൾഡ്. ആ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തിരികെ തരണം. ഇസ്രായേലിന്റെ നല്ല കാലം ഏതായിരുന്നു? നമുക്കൊന്ന് നോക്കാം, ഓടിച്ച് ഒന്ന് നോക്കാം. ഇനി വാക്യങ്ങൾ വായിച്ചാൽ എന്റെ മുൻപിലുള്ള സമയത്ത് ആ സന്ദേശം പറഞ്ഞ് തീർക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാൻ ഓടിച്ച് തന്നെ പറയാം. ഈ വിലാപങ്ങളുടെ പുസ്തകം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ അവിടെ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്റെ സമ്പത്താണ്. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞിരുന്ന വാക്കാണ്, നിങ്ങൾ എന്റെ സമ്പത്താണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമ്മൾ അവിടെ വായിക്കുന്നത്, നീ എനിക്ക് വിശുദ്ധ ജനം എന്നാണ്. നീ എനിക്ക് വിശുദ്ധ ജനമാണ്. ആരെ കുറിച്ചാ പറഞ്ഞത്? ഇസ്രായേലിനെ കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. ധാരാളം വാക്യങ്ങൾ ഇസ്രായേലിനെ കുറിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാവിലെ സഭയിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്ക് ഇതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മുൾപടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ ആര് നിൽക്കുന്നു? തേജോമയനായ ദൈവം നിൽക്കുന്നു. മോശ നോക്കുമ്പോൾ മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അത് വെന്തുപോകുന്നില്ല. എന്തായിരുന്നു കാരണം? ദൈവം അതിന്റെ നടുവിൽ ഉണ്ടായിരുന്നു. ദൈവജനത്തിന്റെ, ഇന്ന് ഞാനത് പറഞ്ഞത്, ആ മുൾപടർപ്പ് ദൈവസഭയുടെ പ്രതീകമാണ്. ആ ദൈവസഭ പലപ്പോഴും കത്തുന്ന അനുഭവത്തിൽ
മുൻപോട്ട് പോകുന്നുവെങ്കിലും ദൈവം അതിന്റെ മധ്യേ ഉള്ളത് കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? സഭകളുടെ നടുവിൽ ആരുണ്ട്? തേജോമയനായ കർത്താവുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസഭയുടെ മഹത്വം, ഇസ്രയേലിന്റെ മഹത്വം, ദൈവജനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നടുവിൽ ആരുള്ളതാ? നടുവിൽ ദൈവമുള്ളതാണ് അതിന്റെ മഹത്വം. എന്നാൽ ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, ഈ ജനം ദുശാഠ്യമുള്ള ജനമോ, ഞാൻ ഇനി നിങ്ങളോട് കൂടെ വസിക്കില്ല. ഇനി ഞാൻ നിങ്ങളോട് കൂടെ വസിക്കില്ല. കാരണം എന്താണ്? നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്. യിരെമ്യാവ് വിലപിച്ചതുപോലെ വിലപിക്കേണ്ട കാലം നമ്മുടെയും ജീവിതത്തിൽ അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇന്ന് അനേക കൂട്ടങ്ങളുടെ നടുവിൽ ദൈവ സാന്നിധ്യമില്ല. ദൈവത്തെ അനുസരിക്കുന്ന കർത്താവിന്റെ മഹത്വത്തിന്റെ മുൻപാകെ കുമ്പിടുന്നവർ ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. ഞാൻ പറയട്ടെ, ആ പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം, തേജോമയനായ കർത്താവ് സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന ആ നല്ല കാലം, ദൈവപുത്രന്റെ മുൻപാകെ മുഴങ്കാലം മടക്കി കരഞ്ഞതായ ആ നല്ല കാലം, അവനെ ആരാധിച്ചിരുന്നതായ ആ നല്ല കാലത്തേക്കുള്ള ഒരു തിരിച്ചുവരവ് നമുക്കുണ്ടാകും. ഞാൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഈ വേദഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്തെ ഞാൻ ഒന്നും പറയാനായിട്ട് നേരമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട സഭായോഗങ്ങൾക്ക് സംബന്ധിച്ച ദൈവവചനത്തോട് കാണിച്ച ആർത്തി, യാതൊരു പ്രതിഫലക്ഷ്യം കൂടാതെ രാവെന്നോ പകലെന്നോ കൂടാതെ അനേകിടങ്ങളിൽ യാത്ര ചെയ്ത, സുവിശേഷ വേല ചെയ്ത, ആത്മാക്കളെ നേടിയ, പ്രാർത്ഥിച്ച, രാവും പകലും എഴുന്നേറ്റിരുന്ന് കണ്ണുനീരൊഴുക്കിയ ആ ദിനരാത്രങ്ങളെ ഞാൻ ഓർത്തുപോയി. ഞാനും പറഞ്ഞു, കർത്താവേ, പണ്ടത്തെ പോലെ നല്ല കാലം എനിക്ക് തിരികെ തരണമേ. അന്നുള്ള കാലം, അന്നുള്ള ജീവിതം പോലെ ഇന്നില്ലല്ലോ എന്നത് ഞാൻ ഓർക്കുവാൻ ഇടയായിട്ടുണ്ട്. ദൈവമക്കളെ, യിരെമ്യാവ് പറഞ്ഞതുപോലെ, കരഞ്ഞതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം തരണം. ഒരു കാലത്ത് ഇസ്രയേൽ ദൈവം അവരുടെ നടുവിലൂടെ നടന്നപ്പോൾ വലിയ മഹത്വം, ഇസ്രയേൽ എന്ന് കേട്ടാൽ അത് മഹത്വമായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം പോയിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രയേലിനെ കുറിച്ച് അവിടെ പറഞ്ഞത്, ജനപൂർണയായിരുന്ന നഗരം, അവൾ മഹതിയായിരുന്നു, അവൾ നായകി ആയിരുന്നു. ആരെക്കുറിച്ച് പറഞ്ഞത്? ഞാൻ കേവലം ഇന്നുള്ള ആക്ഷരിക ഇസ്രായേലിനെ കുറിച്ചല്ല, അതൊന്നും ആരും മനസ്സിലേക്ക് കൊണ്ടുപോകണ്ട. ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്, ആത്മീക ഇസ്രയേലിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്, ദൈവത്തിന്റെ സഭയെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. ഒരു കാലത്ത് ജനനിബിഡമായിരുന്നു, ഒരു കാലത്ത് നാം വായിച്ചതുപോലെ മഹതിയായിരുന്നു. ഗ്രേറ്റ് എമംഗ് ദ നേഷൻസ് എന്നാണ്. എല്ലാവരെക്കാളും ഉന്നതിയിൽ നിന്നിരുന്നവളായിരുന്നു, അവൾ മഹതിയായിരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സൗന്ദര്യ പൂർത്തിയുള്ളവളായിരുന്നു ഇസ്രയേൽ. ദ പെർഫെക്ഷൻ ഓഫ് ബ്യൂട്ടി എന്നാണ്. സൗന്ദര്യത്തിന്റെ പൂർണ്ണത കാണാൻ ഇസ്രയേലിനെ നോക്കിയാൽ മതിയായിരുന്നു. ദൈവസഭയിലേക്ക് നോക്കിയാൽ ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സൗന്ദര്യമല്ല, വികൃതമാണ്. പ്രാർത്ഥിക്കണം നമ്മൾ, കർത്താവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അഭിഷിക്തന്മാര് ജീവശ്വാസമായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എല്ലാവരും അടിവരയിടണം. ദൈവത്തിന്റെ ഭക്തന്മാർ എന്റെ ജീവശ്വാസമാണ്. ദൈവത്തിന്റെ ദാസന്മാർ, ദൈവസഭയെ നയിക്കുന്നവർ, സുവിശേഷകന്മാർ, മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ, അവരൊക്കെ ദൈവസഭയുടെ ആരാണെന്ന് പറഞ്ഞത്? എന്താ ജീവശ്വാസം എന്ന് പറഞ്ഞാൽ? അവരില്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്ന് ആർക്കുണ്ടാ ചിന്ത? ഇന്ന് എത്ര പേർക്കുണ്ട് ഈ ചിന്ത? വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. ഇതൊക്കെ നാം ആഴമായിട്ട് ചിന്തിക്കണം. യിരെമ്യാവ് എന്തിനാ കരഞ്ഞത്? ഈ നിലയിലുള്ള ഒരു ജനം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എന്തില്ല? ദൈവദാസന്മാർക്ക് ഒരു വിലയും മാന്യതയും ദൈവത്തിന്റെ സഭകളിൽ ഇല്ലാതെ പോയിരിക്കുന്നു. കരയണ്ടേ നമ്മൾ? അമ്മച്ചിയിലെ പഴയ കാലത്തോക്ക് ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മുൻപിൽ വാ തുറക്കാൻ ഭയപ്പെട്ടിരുന്ന ദൈവജനം.
അന്നത്തെ ദൈവദാസന്മാരും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നാം കരുതുക. എന്നാൽ ഇന്ന് അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു പോയി. പണ്ടത്തെ പോലൊരു നല്ല കാലം ദൈവദാസൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരുന്ന് ദൈവം നൽകുന്ന ആലോചനകൾ പ്രവാചകന്റെ ശബ്ദത്തിൽ നിന്ന് സംസാരിക്കുന്നവരെയാണ് ഇന്ന് സഭകൾക്ക് വേണ്ടത്. ആ മഹത്വം നമുക്ക് തിരികെ ലഭിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത്തെ, തന്റെ ജനത്തെ എത്ര മഹത്വമായിട്ടാണ് ദൈവം കണ്ടത്. അവരുടെ നടുവിലുണ്ടായിരുന്ന ശുശ്രൂഷകന്മാരും വലിയ ദൈവകൃപയോടെയാണ് ദൈവത്തിന്റെ വിശുദ്ധന്മാർ കണ്ടിരുന്നത്. രണ്ടാമത്തേത്, നാം യെശയ്യായുടെ പുസ്തകത്തിൽ വായിച്ചല്ലോ, ആലയത്തിന്റെ മുമ്പിലത്തെ സ്ഥിതി കണ്ട, അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ളവർ ഒരു പുതുക്കത്തിന് വേണ്ടി കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു? കരഞ്ഞുവെന്നാണ്. ദൈവത്തിന്റെ ആലയത്തിന്റെ സ്ഥിതി എന്തായിരുന്നു നമുക്കറിയാം. പണ്ടത്തെ ദൈവത്തിന്റെ ആലയങ്ങൾ, പഴയ നിയമത്തിലെ ആലയങ്ങൾ, അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്തുണ്ട്? ഒരു യാഗപീഠം നമുക്ക് കാണാം. അതെന്തിനെ കാണിക്കുന്നു? അനുതാപത്തെ ഏറ്റുപറച്ചിലിന്, അല്ലെ? ദൈവത്തിന്റെ സഭയിലേക്ക് വരുമ്പോൾ എന്ത് കാണുന്നു? ഏറ്റുപറച്ചിൽ. അടുത്തൊരു താമ്രത്തൊട്ടിയാണ്. അതെന്തിനെ കാണിക്കുന്നു? വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. അടുത്തത് എന്താണ്? കാഴ്ചയപ്പത്തിന്റെ മേശ കാണുന്നു. അതെന്താണ്? ചൂടുള്ള യപ്പം, ദൈവത്തിൽ നിന്നും പ്രാപിച്ചതായ ദൈവവചനം ഇരിക്കുന്ന മേശ. അതിനപ്പുറത്താണ് വിശുദ്ധ സ്ഥലം, അതിന്റെ അപ്പുറത്താണ് അതിവിശുദ്ധമായ സ്ഥലം. പ്രിയപ്പെട്ടവരെ, അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? യാഗങ്ങൾ നടക്കുന്നുണ്ട്, ആരാധനകൾ നടക്കുന്നുണ്ട്, ദൈവവചനം ധാരാളമായിട്ടുണ്ട്, അവിടെ പ്രവാചകന്മാരുണ്ട്, അവിടെ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, അവിടെ പുരോഹിതന്മാരുണ്ട്. എവിടെ? ദൈവത്തിന്റെ ആലയം. ഇത് ദൈവസഭയുടെ ഒരു പ്രതീകമല്ലേ? ഇന്ന് ദൈവത്തിന്റെ സഭയിലേക്ക് ആരാധനയ്ക്കായി, ബൈബിൾ ക്ലാസുകൾക്കായി, പ്രാർത്ഥനാ യോഗത്തിനായി കടന്നു വരുന്ന എത്ര പ്രിയപ്പെട്ടവര് യാഗപീഠത്തിന്റെ ബലിയാക്കുന്നുണ്ട് തങ്ങളെ തന്നെ. മറച്ചുവെച്ച പാപങ്ങളോടുകൂടെ, ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്ത പാപങ്ങളോടുകൂടെ, നിരപ്പ് പ്രാപിക്കാത്ത ഹൃദയത്തോടുകൂടെ, പൈശാചികമായ ചിന്തകളോടുകൂടെ, ക്ഷമ ചോദിക്കാത്ത ഹൃദയങ്ങളോടുകൂടെ, ഭിന്നതയോടുകൂടെ ഒരമ്പത്തിനൊന്ന് പങ്കെടുക്കുന്ന, ഒരു പാനപാത്രത്തിന് കുടിക്കുന്നവരല്ലേ നാം. നേരെ ദൈവാലയത്തിലേക്ക് അങ്ങ് കയറുകയാണ്. യാഗപീഠവും പ്രശ്നമല്ല, താമ്രത്തൊട്ടിയും പ്രശ്നമല്ല, നേരെ വന്ന് കയറുകയാണ്. നോ, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തിരികെ തരണമേ കർത്താവേ. പ്രാർത്ഥിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ സ്ഥലം, സഭകളെല്ലാം ഈ നിലയിലാകണം. ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി, യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി, ദൈവത്തിന്റെ ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി മാത്രമേ ദൈവസഭയിൽ പ്രവേശിക്കാവൂ, പ്രവേശത്തിൽ പങ്കെടുക്കാവൂ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാവൂ. അല്ല എന്ന് വരികിൽ പഴയ നിയമത്തിൽ എന്താ സംഭവം? ഇതൊന്നുമില്ലാതെ അകത്ത് കയറിയാൽ കാലിൽ കെട്ടിയിരിക്കുന്ന ചങ്ങല കൊണ്ട് പുറത്തേക്ക് വലിച്ചിടണം. ഇന്നാ പേടിയൊന്നുമില്ല. ഞങ്ങൾ പോന്നപ്പോ ഒരു സഹോദരൻ പറയാറുണ്ട്, ഈ മാതിരി പാപം ചെയ്ത് ശുശ്രൂഷകൾ ചെയ്തിട്ട് ഇതൊന്നും ദൈവം കാണുന്നില്ലേ? ദൈവം കാണുന്നില്ലേ? കാണുന്നുണ്ട്. ദൈവം ഇത് കണ്ണടച്ചിരിക്കുമൊന്നുമല്ല. ഭയപ്പെടണം സഹോദരന്മാരെ. നമ്മൾ ആരെയും വിധിക്കണ്ട. ഇന്നിവിടെ വന്നിരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ നാമാണ് ദൈവത്തിന്റെ ആലയം എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ നമുക്കിടയാകട്ടെ. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളിൽ ശലോമോന്റെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ആലയത്തിന്റെ പണികൾ കഴിഞ്ഞ് അതിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ നാം അവിടെ വായിക്കുന്നത്, അവർ ഏക സ്വരത്തോടെ ദൈവത്തെ സ്തുതിച്ചതായ, ദൈവത്തിന്റെ തേജസ് കൊണ്ട് ആലയം നിറഞ്ഞതായ ഒരു അനുഭവം. അതാണ് ദൈവത്തിന്റെ ആലയം. അതായിരിക്കണം ദൈവത്തിന്റെ സഭ. അവിടെ സ്തുതി വേണം, അവിടെ ആരാധന വേണം, അവിടെ ദൈവ തേജസ് നിറഞ്ഞു നിൽക്കണം. ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നമ്മിലങ്ങ് നിറഞ്ഞു നിൽക്കണം. അതാണ് സഭ. അല്ലാതെ എന്റെ പ്രമാണിത്വം, എന്റെ മൂപ്പന്റെ ആ കഴിവും പ്രാഗൽഭ്യവും തെളിയിക്കാനുള്ളതായിരിക്കുന്ന വഴിയൊന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവിന് നാം നമ്മുടെ സഭയെ വിട്ടുകൊടുക്കണം. ദൈവാത്മാവ് നിയന്ത്രിക്കട്ടെ, ദൈവാത്മാവ് കാര്യങ്ങളെ ചെയ്യട്ടെ, ദൈവാത്മാവ് ഹൃദയങ്ങളെ കേൾവിക്കട്ടെ, ദൈവാത്മാവ് സംസാരിക്കട്ടെ, ദൈവാത്മാവ് കുത്തട്ടെ. ദൈവദാസൻ പറഞ്ഞതുപോലെ വാളിനേക്കാൾ ഇരുവാഴ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ
വചനം അങ്ങ് ഹൃദയത്തിലേക്ക് ചെല്ലട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ. ഇന്ന് വചന കേൾവിക്കൊന്നും നമ്മുടെ മധ്യ ഒരു കുറവുമില്ലെന്നേ. എത്രയോ പ്രസംഗങ്ങളാ, പക്ഷേ എന്തുണ്ടാകുന്നില്ല? ആത്മവ്യാപാരത്താൽ ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകുവാനായിട്ട് പാടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഉണ്ടാകേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം കണ്ടതുപോലെ ഇരമ്യാവ് ദൈവത്തോട് കരയുകയാണ്, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ആ നല്ല കാലത്തെ കുറിച്ച് നമ്മൾ കണ്ടു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇന്ന് ആ സഭയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ കരയേണ്ടതായൊരവസ്ഥ, പണ്ടത്തെ പോലെ ആക്കേണമേ എന്ന് പറയേണ്ട ഗതികേട് എന്തുകൊണ്ടാ വന്നത്? ഈ വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, നിങ്ങളുടെ അതിക്രമ ബാഹുല്യം. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, നിങ്ങളുടെ കഠിന പാപം. 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, നിങ്ങളുടെ കഠിന മത്സരം. നിങ്ങളുടെ അതിക്രമം, നിങ്ങളുടെ പാപം, നിങ്ങളുടെ മത്സരം നിങ്ങൾ എവിടെ കൊണ്ട് എത്തിച്ചു? എല്ലാം നശിപ്പിച്ചു. ഞാനും നിങ്ങളുമായിരിക്കുന്ന സ്ഥലം സഭകൾ ദൈവകൃപയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ അതിക്രമങ്ങളിൽ നിന്ന് നമ്മൾ മാറണം, പാപങ്ങളിൽ നിന്ന് നമ്മൾ മാറണം, മത്സര ബുദ്ധികളൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. ദൈവസന്നിധിയിലേക്ക് ഉള്ള ഒരു തിരിച്ചുവരവ് നമുക്കുണ്ടാകണം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗീയമായ ദാനങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് പിന്മാറിപ്പോയാൽ എന്നാണ് ആ വാക്യം. നമ്മൾ ഇതൊക്കെ ആസ്വദിച്ചവരെ ഒരു കാലത്ത്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന് വരുവാനുള്ള ലോകത്തിന്റെ ശക്തി, ആ രാജ്യത്തിന്റെ ശക്തി, ഇതെല്ലാം ആസ്വദിച്ചിട്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെല്ലാം ആസ്വദിച്ചിട്ട്, ദൈവത്തിന്റെ നന്മകളെല്ലാം ആസ്വദിച്ചിട്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? പിന്മാറിപ്പോയിരിക്കുകയാണ്. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ആരെങ്കിലും പിന്മാറിയിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആരെയും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന ദൈവകൃപയെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരുവനെ പോലെ നമുക്കായിത്തീരേണ്ടത് ആവശ്യമാണ്. എബ്രായ ലേഖനം തന്നെ 10-ന്റെ 29-ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവർ, തങ്ങളെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുന്നവർ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവർ എത്ര വലിയ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. ദൈവത്തിന്റെ ആത്മാവിനെ നിഷേധിച്ചു പോകരുത്. എന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ അഥവാ എന്നെ രക്ഷിച്ച രക്ഷിതാവിനെ മറക്കരുത്. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ മറക്കുവാനായിട്ട് പാടുള്ളതല്ല. അത് വലിയ കഠിനമേറിയ ശിക്ഷയ്ക്ക് കാരണമാക്കും. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇരമ്യാവിന് കരയേണ്ടി വന്നത് ഇവർ ദൈവത്തെ മറന്നു, ദൈവത്തിന്റെ കൽപ്പനകളെ മറന്നു, ദൈവത്തിന്റെ വഴികളെ മറന്നു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുവാൻ അവരെ തന്നെ അർപ്പിച്ചപ്പോൾ ദൈവം അവരുടെ മധ്യേ നിന്ന് മാറി അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നു. ദൈവമക്കളെ, നമുക്കൊരു മടങ്ങി വരവ് ആവശ്യം. പണ്ടത്തെ പോലെ ഉള്ളതായിരിക്കുന്ന ഒരു നല്ല കാലം നമുക്കുണ്ടാകും. യിരെമ്യാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. യിരെമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ടാകും. ഞാൻ ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തെ വല്ലാതെ മതിക്കുന്ന പല ചിന്തകളുണ്ട്. എല്ലാം കൂടെ പറയാനായിട്ട് എന്റെ സമയം അനുവദിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്ന ദൈവം തന്നെ. അതെങ്ങനെ ദൈവം ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ. ശത്രുക്കൾ വലിയ മല പോലെ വരുന്ന സമയത്ത് ദൈവം ഒരാരവം കേൾപ്പിച്ചു, അവയെല്ലാം പോയി എന്നാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഒരാരവം കേൾപ്പിച്ച ചെങ്കടലിനെ രണ്ടാക്കാൻ ദൈവത്തിന് ഒരു കാറ്റടിപ്പിച്ചാൽ മതി. അവിടെ ആരും പോയി യുദ്ധം ചെയ്യണ്ട, ആരും വെള്ളം കോരി പറ്റിക്കണ്ട. ദൈവം ഒരു കാറ്റടിപ്പിച്ചാൽ അതിന് പരിഹാരമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് ചെയ്യും. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നമ്മുടെ കൂടിവരവുകളിൽ.
എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ കാര്യം യാദൃച്ഛിക ചില സഹോദരന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒന്നും ഉണ്ടായിരിക്കും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാം, ഈ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഇനി അതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ദൈവദാസനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം നേരം വേണ്ട, അധികം കാലം വേണ്ട. ഈ ദൈവദാസന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. താൻ കുറിച്ചു വെച്ചത്, ദൈവം നൽകിയ വാക്കുകൾ കുറിച്ചു വെച്ചത് ദാനിയേൽ എന്ന ദൈവത്തിന്റെ ദാസൻ അത് വായിച്ചു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. 70 കൊല്ലം കഴിയുമ്പോൾ ഈ പ്രവാസത്തിലായിരിക്കുന്ന ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു യഥാസ്ഥാനത്വം ഉണ്ടാകും എന്ന കാര്യം കുറിച്ചു വെച്ചത് ആര് കണ്ടു? ദാനിയേൽ കണ്ടു. ദാനിയേൽ മുട്ടുകുത്തി, കർത്താവെ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നൽകണം, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് അവൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥന. ദൈവം ഒരു മനസ്സിനെ ഉണർത്തി. അവന്റെ പേരാണ് കോരശ്. അവന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശുവ, സെരുബ്ബാബേൽ, ഹഗ്ഗായി, സഖര്യാവ്, യസ്ര, നെഹമ്യാവ് തുടങ്ങിയ ചില ദൈവ പുരുഷന്മാരെ ദൈവം അവരുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിച്ചു. എവിടെ വെച്ച്? ബാബേലിൽ ഉണ്ടായിരുന്ന അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന അന്യദേശത്ത് യഹോവയുടെ ഗീതം ഞങ്ങൾ എങ്ങനെ പാടുമെന്ന് വിലപിച്ച അവരിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. അവർ യെരൂശലേമിലേക്ക് മടങ്ങി. ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടാകുവാൻ ഇടയായി. ഞാൻ അതുകൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇവരിലൂടെ എന്തായിരുന്നുവോ ഇസ്രായേലിന്, എന്തായിരുന്നു ദൈവജനത്തിന് നഷ്ടപ്പെട്ടത്, അത് ദൈവം തിരികെ നൽകുന്ന അത്യത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ആ 8-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അത് ഒരു ഉണർവിന്റെ കാലഘട്ടം എന്നാണ് ദൈവദാസന്മാര് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? ആ നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിനു മുൻപ് ദൈവാലയം പണികൾ തീർത്തു, ആ മതിലുകൾ പണികളൊക്കെ തീർത്തു. അതിനുശേഷം ഒരുമിച്ച് വരുമ്പോൾ അവിടെ വായിക്കുകയാണ്, ഒരു മനസ്സ്. പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലത്തിലേക്ക് ആര് തിരിച്ചു വന്നു? ഇസ്രായേൽ മക്കൾ, ദൈവത്തിന്റെ ജനം തിരിച്ചു വന്നു. 1-ാം നൂറ്റാണ്ടിലെ അനുഭവം എന്തായിരുന്നു? വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളത്. അതിലേക്കാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരേണ്ടത്. രണ്ടാമത്, ആ 8-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അവർ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ടു എന്നാണ്. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ, കൊതിയോടുകൂടെ കേട്ടു. അതിന്റെ 7-8 വാക്യങ്ങളിൽ ദൈവദാസന്മാര് പൊരുള് തിരിച്ചു കൊടുത്തു, ദൈവവചനത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു അവർക്ക് നഷ്ടമായത്? അതിക്രമ ബാഹുല്യം നിമിത്തം, പാപം നിമിത്തം, ദൈവവചന ലംഘനം നിമിത്തമാണ് തങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചത്. എന്നാൽ ഇതാ ദൈവം അവരെ മടക്കി വരുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ ആ ജനം ദൈവത്തിന്റെ മുൻപാകെ ഒരുമനപ്പെട്ട് കൂടി വന്നു. ദൈവസന്നിധിയിൽ കൊതിയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ജനമെല്ലാം യസ്ര പുരോഹിതന്റെ മുൻപാകെ എഴുന്നേറ്റ് നിന്നു എന്നാണ്. അവർക്ക് നഷ്ടമായതല്ല. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ ദാസന്മാരെ ജീവശ്വാസമായി കണ്ടിരുന്നവർ അതിനെ മാറ്റിക്കളഞ്ഞു. എന്നാൽ ഇതാ അതിലേക്കുള്ള തിരിച്ചുവരവ്. യസ്ര എന്ന ദൈവദാസന്റെ മുൻപാകെ ദൈവത്തിന്റെ ജനം എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വചനം പറഞ്ഞു, ഞങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് കൊതിയോടുകൂടെ എഴുന്നേറ്റ് നിന്ന് അതിന്റെ 6, 7, 9 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കുന്ന, കരയുന്ന ഒരനുഭവം നമുക്ക് അവിടെ കാണാം. 10-ാമത്തെ വാക്യത്തിൽ പകർച്ച കൊടുത്തു വിട്ടു എന്ന് നാം വായിക്കും. തങ്ങൾക്കുള്ളത് തങ്ങൾക്ക് എന്നല്ല, അത് മറ്റുള്ളവർക്ക് കൂടെ പങ്കുവെക്കാനുള്ള ഒരു മനസ്സ്. ഇതൊക്കെ 1-ാം നൂറ്റാണ്ടിലെ അനുഭവം കൂടെയാണ് എന്നത് ചേർത്ത് നമ്മൾ ചിന്തിക്കണം. 1-ാം നൂറ്റാണ്ടിലെ ആ ആത്മീക അനുഭവത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ആ ദൈവജനം അത്യന്തം സന്തോഷിച്ചു,
13-18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അനേക നാളുകൾക്ക് ശേഷമുള്ള നല്ലൊരു സഭായോഗം അവർ കൂടി. നല്ലൊരു സഭായോഗം. എന്നാ കൂടിയത്? എങ്ങനെയാണ് സംഭവിച്ചത്? ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവരെ മടക്കി വരുത്തി ദൈവം, യഥാസ്ഥാനപ്പെടുത്തി ദൈവം. പണ്ടത്തെ പോലൊരു നല്ല കാലം അവർക്ക് തിരികെ നൽകിയപ്പോൾ ദൈവസാന്നിധ്യത്തിലേക്ക് ചെന്ന് വചനത്തിന് മുമ്പാകെ കരഞ്ഞ് ദൈവദാസന്മാരിൽ നിന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ ജീവിതത്തെ ക്രമപ്പെടുത്തി ചില നാളുകൾക്ക് ശേഷം, അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല സഭായോഗം കൂടി. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. 1-ാം നൂറ്റാണ്ടിലെ സഭായോഗങ്ങൾ പോലെ, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഉണ്ടായിരുന്ന സഭായോഗം പോലെ ഒരു യോഗം ഇന്ന് നടക്കുന്നുണ്ടോ? ഇന്നുണ്ടോ അതുപോലത്തെ യോഗങ്ങൾ പലയിടത്തും? അതിലേക്ക് നാം തിരിച്ചു വരുവാൻ ആവശ്യമുണ്ട്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ വേർപാടിനായി അവർ സമർപ്പിച്ചു. 1-ാം നൂറ്റാണ്ടിലേക്ക് നാം ഒന്ന് നോക്കണം. വേർപാട് ജീവിതം. ഞങ്ങളിനി ഈ ദൈവത്തെ വിട്ട് പോകില്ല എന്ന് അന്ന് കൂടി വന്ന ജനം തീരുമാനിക്കുവാനിടയായി. 5-6 വാക്യങ്ങളിൽ അവർ പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നു. അതിന്റെ 30 വരെയുള്ള വാക്യങ്ങളിൽ പഴയ കാര്യങ്ങൾ ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് ദൈവത്തിന് അവർ നന്ദി പറയുന്നു. 9-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇനി ഈ ദൈവത്തിനുള്ളവർ മാത്രമായിരിക്കും ഞങ്ങളെന്ന് പറഞ്ഞ് സ്ഥിരമായ ഒരു നിയമം ചെയ്ത് ആ നിയമത്തിന് അവർ മുദ്രയിട്ടു. ഇനി ഞങ്ങളില്ല കർത്താവേ, ഞങ്ങളിനി പിന്മാറ്റത്തിലേക്കില്ല, ഞങ്ങളിനി ലോകത്തിലേക്കില്ല. ഞങ്ങൾക്ക് ദൈവമേ അങ്ങ് മതി, അവിടുത്തെ ജനം മതി. പണ്ടത്തെ പോലുള്ള ആ നല്ല കാലം ഞങ്ങൾക്ക് തിരിച്ച് അവിടുന്ന് തന്നല്ലോ ദൈവമേ. ഇനി വേണ്ട, ഇനി പുറകോട്ടുള്ള ഒരു യാത്ര ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ എഴുതി അവർ മുദ്ര വെച്ചു. ഇതാണ് കേട്ടോ ഉണർവിന്റെ കാലം. ഇതാണ് പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം. എന്ന് നമ്മിൽ ഇത് സംഭവിക്കുമോ? ഏത് 1-ാം നൂറ്റാണ്ടിലെ ആത്മീകാനുഭവം എന്ന് നമ്മിൽ സംഭവിക്കുമോ? അന്നാണ് ഉണർവിന്റെ കാലം. ആ കാലത്തിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ഉണർവ് പോലുള്ള ഒരു ഉണർവ് 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നടന്നത്, അതെല്ലാം ഇന്ന് നടക്കുമ്പോഴാണ് ആത്മീക ഉണർവിലേക്കുള്ള കാൽച്ചുവടുകൾ എടുത്തു വെക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. എത്ര പേര് തങ്ങളെ തന്നെ സമർപ്പിക്കും? കർത്താവെ, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തിരികെ തരണമേ. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന സ്ഥലം, സഭയിൽ, ഞങ്ങളുടെ കൂട്ടങ്ങളിൽ കർത്താവെ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തിരികെ തരണമേ. അതെത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. ദൈവം മധ്യേ വസിക്കുന്ന, ദൈവത്തിന്റെ തേജസ് നടുവിൽ വസിക്കുന്ന, ദൈവത്തിന്റെ കൃപകൾ അനുഭവിക്കുന്ന, ദൈവാത്മാവിൽ നിയന്ത്രിതമായ ദൈവവചനത്തെ അനുസരിക്കുന്ന, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു സഭാകൂടി വരവ് എന്ന് പറഞ്ഞാൽ അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. അതിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാലും നമ്മെ ഓരോരുത്തരെയും, എന്നെയും, ഞാനായിരിക്കുന്ന സഭയെയും എല്ലാം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ തൽക്കാലം വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.